നമസ്കാരം. +2 ബയോളജി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്നുണ്ട്. ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. +2 പ്രത്യുൽപാദനം മനുഷ്യനിൽ അഥവാ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഗർഭാവസ്ഥയും ഭ്രൂണത്തിൻ്റെ വികാസവും, അതായത് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തത് പ്രസവവും പാൽ ചുരുത്തലും, അതായത് പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഗർഭാവസ്ഥയും ഭ്രൂണത്തിൻ്റെ വികാസവുമാണ്. നമ്മൾ ഇംപ്ലാന്റേഷൻ്റെ ഒക്കെ ശേഷം, അതായത് ഈ ഉള്ളിൽ ഉറപ്പിക്കലിന് ശേഷം പോഷകാരകത്തിൽ നിന്നും രൂപം കൊള്ളുന്ന, പോഷകാരകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രോപ്പോബ്ലാസ്റ്റ്. അതിൽ നിന്നും രൂപം കൊള്ളുന്ന വിരലുകൾ പോലുള്ള മുഴകളാണ് കോറിയോണിക് വില്ലേ അഥവാ കോറിയോണിക് വില്ലസുകൾ. അപ്പോൾ കോറിയോണിക് വില്ലസുകൾ എന്താണ്? ഉള്ളിൽ ഉറപ്പിക്കലിന് ശേഷം പോഷകാരകത്തിൽ നിന്നും രൂപം കൊള്ളുന്ന വിരലുകൾ പോലുള്ള മുഴകളാണ് കോറിയോണിക് വില്ലസുകൾ. ഇവ ഗർഭാശയ കലകളും മാതൃരക്തക്കുഴലുകളും കൊണ്ട് സമ്പുഷ്ടമായിരിക്കും. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രൂണത്തിനും മാതൃശരീരത്തിനും ഇടയ്ക്ക് കോറിയോണിക് വില്ലസുകളും ഗർഭാശയ കലകളും കൂടിച്ചേർന്ന് ഘടനാപരവും ജീവധർമ്മപരവുമായ ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് പ്ലാസെൻറ്റ. അപ്പോൾ എന്താണ് പ്ലാസെൻറ്റ? ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എംബ്രിയോ, അതായത് ഈ ഭ്രൂണവും ഗർഭാശയത്തിലെ ടിഷ്യൂസ് ഉണ്ടല്ലോ, കലകൾ, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവധർമ്മപരവും ഘടനാപരവുമായിട്ടുള്ള ഒരു സംവിധാനമാണ് പ്ലാസെൻറ്റ എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാസെൻറ്റയുടെ ഫങ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിൽ എത്തിച്ചു കൊടുക്കുക. ഭ്രൂണത്തിന് ഓക്സിജൻ വേണമല്ലോ, പോഷകങ്ങൾ വേണമല്ലോ, അതെല്ലാം ഈ പ്ലാസെൻറ്റയിലൂടെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഭ്രൂണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ശ്വസനമൊക്കെ കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ വിസർജ്യ വസ്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, ഇതെല്ലാം പുറന്തള്ളുകയും വേണം. ആ പുറന്തള്ളുന്നതും പ്ലാസെൻറ്റയിലൂടെയാണ്. പ്ലാസെൻറ്റ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ അല്ലെങ്കിൽ അന്തസ്രാവി കലയായി പ്രവർത്തിക്കുകയും ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG എന്ന് പറയും. HCG എന്താണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ HPL, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏതെല്ലാം ഹോർമോണുകളാണ് പ്ലാസെന്റ ഉൽപ്പാദിപ്പിക്കുന്നത്? HCG അതായത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. 4 ഹോർമോൺസ് ആണ്. പിടികിട്ടിയല്ലോ. ഇനി അടുത്തത്, ഗർഭത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അണ്ഡാശയത്തിൽ നിന്നും റിലാക്സിൻ എന്ന ഹോർമോൺ സ്രവിക്കപ്പെടുന്നു. റിലാക്സിൻ എവിടെ നിന്നുമാണ് റിലാക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അണ്ഡാശയത്തിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കോറിയോണിക് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, റിലാക്സിൻ എന്നീ ഹോർമോണുകൾ ഗർഭകാലത്ത് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതുകൂടാതെ ഗർഭകാലത്ത് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ തുടങ്ങിയ മറ്റു ഹോർമോണുകളുടെ അളവും മാതൃരക്തത്തിൽ പല മടങ്ങ് വർദ്ധിച്ചിരിക്കും. ഈ ഹോർമോണുകളുടെ വർദ്ധിതമായ ഉൽപ്പാദനം ഭ്രൂണ വളർച്ച, മാതാവിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ, അതായത് ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, അതിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിനും ഗർഭത്തെ പരിപാലിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഉള്ളിലുറപ്പിക്കൽ അഥവാ ഇംപ്ലാന്റേഷനോട് അനുബന്ധിച്ചിട്ട് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആന്തരകോശ സമൂഹത്തിൽ അഥവാ ഭ്രൂണത്തിൽ നിന്നും എക്ടോഡേം എന്ന ബാഹ്യപാളിയും എൻഡോഡേം എന്ന ആന്തരപാളിയും രൂപപ്പെടുന്നു. ഇംപ്ലാന്റേഷനോടനുബന്ധിച്ചിട്ട് ഏതെല്ലാം പാളികളാണ് എംബ്രിയോയിൽ നിന്ന് രൂപപ്പെടുന്നത്? ഒന്ന് ബാഹ്യപാളി ഉണ്ടാവും, പിന്നെ ഒരു ആന്തരപാളി ഉണ്ടാവും. ബാഹ്യപാളിയാണ് എക്ടോഡേം പുറമേയുള്ള പാളി. ഉള്ളിലുള്ളതാണെങ്കിൽ എൻഡോഡേം എന്ന് പറഞ്ഞാൽ ആന്തരപാളി. എവിടെ നിന്നുമാണ് ഈ പാളികൾ ഉണ്ടായി വരുന്നത്? ആന്തരകോശ സമൂഹത്തിൽ നിന്ന്. ആന്തരകോശ സമൂഹം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്നർ സെൽ മാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ബ്ലാസ്റ്റുല ഒക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ പുറമേ ഒരു ട്രോപ്പോബ്ലാസ്റ്റ് ലെയർ ഉണ്ട്, ഉള്ളിൽ ഇന്നർ സെൽ മാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? ആ ഇന്നർ സെൽ മാസ് അഥവാ ആന്തരകോശ സമൂഹത്തിൽ നിന്നുമാണ് ഈ പാളികളൊക്കെ ഉണ്ടായി വരുന്നത്.
വളരെ പെട്ടെന്ന് തന്നെ എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ ഒരു മധ്യപാളി അഥവാ മീസോഡേം പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ പുറമേ എന്തുണ്ട്? എക്ടോഡേം ഉണ്ട്, ഉള്ളിൽ എൻഡോഡേം ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ട് ഏത് പാളി വരും? മീസോഡേം എന്ന് പറയുന്ന ഒരു പാളി പ്രത്യക്ഷപ്പെടുന്നു. വളർച്ച പ്രാപിച്ച എല്ലാ തരം കലകളും അവയവങ്ങളും രൂപം കൊള്ളുന്നത് ഈ 3 പാളികളിൽ നിന്നുമാണ്. ആന്തരകോശ സമൂഹത്തിൽ കാണപ്പെടുന്ന ചില കോശങ്ങളെ വിത്തുകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്നാണ് വിളിക്കുന്നത്. അവ എല്ലാ തരം കലകളായും അവയവങ്ങളായും ഒക്കെ അതിന് മാറാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ എന്താണ് വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള അവയവങ്ങളായും മാറാൻ കഴിവുള്ള കോശങ്ങളാണ് വിത്തുകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ്. കാണപ്പെടുന്നത് ആന്തരകോശ സമൂഹത്തിലാണ് എംബ്രിയോയുടെ. പ്രഗ്നൻസി ടൈമിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. മനുഷ്യരിലെ ഗർഭകാലം 9 മാസം നീണ്ടു നിൽക്കുന്നതാണ്. 1 മാസം വളർച്ച എത്തുമ്പോൾ മനുഷ്യഭ്രൂണത്തിൽ ഹൃദയം രൂപപ്പെടുന്നു. 1 മാസം വളർച്ച എത്തുമ്പോഴേക്കും തന്നെ ഹാർട്ട് ഉണ്ടായിട്ടുണ്ടാവും. സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയുന്ന ഹൃദയമിടിപ്പ് ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ ആദ്യ സൂചനയാണ്. ഗർഭകാലത്തിൻ്റെ 2ാം മാസത്തിൻ്റെ അവസാനത്തോടെ ഭ്രൂണത്തിൽ കൈകാലുകളും വിരലുകളും വളരാൻ തുടങ്ങുന്നു. 2ാം മാസം അവസാനമാകുമ്പോഴത്തേക്ക് എംബ്രിയോയിൽ കൈകാലുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ വിരലുകളൊക്കെ ഉണ്ടായി വരാൻ തുടങ്ങും. അങ്ങനെ 12 ആഴ്ചകൾ, അതായത് ആദ്യത്തെ ത്രൈമാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ അവസാനിക്കുമ്പോൾ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട അവയവ വ്യവസ്ഥകളും രൂപപ്പെട്ടിരിക്കും. ഏത് ടൈം ആകുമ്പോഴേക്കും എല്ലാം രൂപപ്പെട്ടിരിക്കും? 12 ആഴ്ച 12 വീക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യ ത്രൈമാസം ആകുമ്പോഴേക്ക് എല്ലാ അവയവങ്ങളും ഭ്രൂണത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഉദാഹരണമായി കൈകാലുകളും ബാഹ്യ ജനനേന്ദ്രിയ അവയവങ്ങളും നന്നായി വികസിച്ചിരിക്കും. 24 ആഴ്ച കഴിയുമ്പോൾ, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ 2ാമത്തെ മാസം കഴിയുമ്പോൾ ശരീരത്തെ പൊതിഞ്ഞ് മൃദുവായിട്ടുള്ള രോമങ്ങൾ വളരുകയും കൺപോളകൾ വേർതിരിയുകയും കൺപീലികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഗർഭത്തിൻ്റെ 9ാം മാസത്തിൻ്റെ അവസാനത്തോടെ ഭ്രൂണം പൂർണ്ണ വളർച്ചയെത്തുകയും പ്രസവത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യും. ഇവിടെ ഒരു ടേബിൾ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. വിവിധ ജന്തുക്കളുടെ ഗർഭകാലം സൂചിപ്പിക്കുന്ന ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യം ആടിന് എത്ര കാലമാണ്? 150 ദിവസമാണ് ആടിൻ്റെ ഗർഭകാലം. പന്നിയാണെങ്കിലോ പന്നിക്ക് 114 ദിവസം, സിംഹം 110 ദിവസം, കടുവ 93 മുതൽ 112 ദിവസം വരെ, എലി 21-24 ദിവസം, അത്രേ വേണ്ടു എലിയുടെ പ്രഗ്നൻസി ടൈം. കണ്ടോ? പശു ആണെങ്കിലോ 283 ദിവസം, അതാണ് പശുവിൻ്റെ ഗർഭകാലം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ അഥവാ പ്രസവവും പാൽ ചുരത്തലും. ഇതാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കുന്നത്. മനുഷ്യഗർഭത്തിൻ്റെ ശരാശരി ദൈർഘ്യം ഏകദേശം 9 മാസമാണ്. ഇത് ഗർഭകാലം എന്ന് അറിയപ്പെടുന്നു. ഗർഭകാലം അവസാനിക്കുമ്പോഴുണ്ടാകുന്ന ഗർഭാശയത്തിൻ്റെ, അതായത് യൂട്രസിൻ്റെ ശക്തിയേറിയതും കരുത്തുള്ളതുമായ കൺട്രാക്ഷൻസ്, സങ്കോചങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ പുറത്തേക്ക് വരവിന് കാരണമാകും. ഗർഭാശയത്തിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് പാർച്ചുറേഷൻ അഥവാ പ്രസവം എന്ന് പറയുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. ഇതിൽ നാഡി അന്തസ്രാവി സംവിധാനത്തിൻ്റെ ഒക്കെ പ്രചോദനത്തിലൂടെയാണ് പ്രസവം നടക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശുവിൽ നിന്നുമാണ് പ്രസവത്തിനുള്ള ആദ്യ സൂചനകൾ ലഭിക്കുന്നത്. ഡെലിവറിക്ക് ടൈം ആയി എന്നുള്ള സൂചനകൾ ആദ്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഗർഭസ്ഥ ശിശുവിൽ നിന്ന് തന്നെയാണ് ആദ്യ സൂചനകൾ കിട്ടുന്നത്. പ്ലാസൻ്റെയും പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശുവും ഗർഭാശയ സങ്കോചത്തിനുതകുന്ന മൃദു സന്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. എവിടെ നിന്നെല്ലാം സന്ദേശങ്ങൾ വരും? പ്ലാസൻ്റയിൽ നിന്ന് സിഗ്നൽസ് കിട്ടും ബ്രെയിനിലേക്ക്. അതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശു ഫീറ്റസിൽ നിന്നും എന്ത് ചെയ്യും? ബ്രെയിനിലേക്ക് സന്ദേശങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ നാഡി അന്തസ്രാവി സംവിധാനം, അതായത് എൻഡോക്രൈൻ സിസ്റ്റവും നെർവസ് സിസ്റ്റവും, ഇത് രണ്ടും ഇൻവോൾവ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? പാർച്ചുറേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത്. ഈ ഉദ്ദീപനങ്ങൾ മാതാവിൻ്റെ പീയൂഷഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ പീയൂഷഗ്രന്ഥി, അതിൽ നിന്നും ഓക്സിറ്റോസിൻ പുറപ്പെടുവിക്കുന്നതിന് കാരണമാകുന്നു. ഈ ഓക്സിറ്റോസിൻ എന്ത് ചെയ്യുന്നറിയോ? ഓക്സിറ്റോസിൻ ഗർഭാശയ പേശികൾ, അതായത് യൂട്രൈൻ മസിൽസിലൊക്കെ പോയി പ്രവർത്തിക്കും. അതിൻ്റെ ഫലമായി
അതിശക്തമായ ഗർഭാശയ സങ്കോചം കൺട്രാക്ഷൻസ് ഉണ്ടാവുകയും ഓക്സിറ്റോസിൻ വീണ്ടും സ്രവിക്കുന്നതിന് പ്രചോദനമാവുകയും ചെയ്യും. ഗർഭാശയ സങ്കോചവും ഓക്സിറ്റോസിൻ്റെ സ്രവിക്കലും പ്രചോദന ഉദ്ദീപനങ്ങളാണ്. അതുകൊണ്ട് അതിശക്തമായ സങ്കോചങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ജനന നാളി വഴി കുഞ്ഞ് ഗർഭാശയത്തിന് പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർച്ചുറേഷൻ അല്ലെങ്കിൽ പ്രസവം. ഇതാണ് പ്രക്രിയ. കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പ്ലാസൻ്റയും എന്ത് ചെയ്യും? ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മറുപിള്ള അഥവാ ആഫ്റ്റർ ബർത്ത്. മറുപിള്ള അഥവാ ആഫ്റ്റർ ബർത്ത് എന്നാണ് വിളിക്കുന്നത്. ഗർഭാവസ്ഥയിൽ സ്ത്രീകളുടെ സ്തനങ്ങളുടെ ഘടനാമാറ്റം സംഭവിക്കും. അതുപോലെ പാലുൽപാദനം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് പാൽ ചുരത്തൽ അഥവാ ലാക്ടേഷൻ എന്ന് പറയുന്നത്. ലാക്ടേഷൻ. നവജാത ശിശുവിന് ആഹാരം നൽകാൻ ഇത് അമ്മയെ സഹായിക്കുന്നു. പാൽ ചുരത്തലിൻ്റെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പാലിനെ പറയുന്ന പേരാണ് കൊളസ്ട്രം. കൊളസ്ട്രം അല്ലെങ്കിൽ കന്നിപ്പാൽ എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കൊളസ്ട്രം. കന്നിപ്പാലിൽ കാണുന്ന പല പ്രതിരോധ വസ്തുക്കളും അതിൽ കുറേ ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ട്. അതെന്താണ്? നവജാത ശിശുവിൻ്റെ രോഗപ്രതിരോധ ശക്തിയുടെ വികാസത്തിന് അത്യാവശ്യമാണ്. കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് മുലയൂട്ടൽ അനിവാര്യമാണ്. ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്